രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് രാധയുടെ പ്രണയം 99ാമത്തെ എപ്പിസോഡ് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന രാധാഭക്തരെ, കൃഷ്ണഭക്തരെ, പുണ്യാത്മാക്കളെ, നിങ്ങൾക്ക് സ്വാഗതം. രാധയുടെ പ്രണയം 99ാമത്തെ എപ്പിസോഡ്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവര് അവര് ഇപ്പൊ 99 തൊട്ട് കേട്ടു തുടങ്ങുക. അതിന് മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് നിങ്ങൾ കേൾക്കുക. ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷ സംശയങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999 എന്നെ വിളിച്ചാൽ മതി. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, കേൾക്കുക. പിന്നെ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ നിന്ന് കേൾക്കും, നിശ്ചയമായും കേൾക്കുക. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അതും നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കേൾക്കേണ്ട 2 വീഡിയോ ആണ്. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. അതേ കണക്ക് തന്നെ പിന്നെ ഇതിനകത്ത് മീരയുടെ പ്രണയമുണ്ട്. പിന്നെ നിങ്ങൾ ശ്രീബുദ്ധൻ്റെ കഥ എല്ലാം ഉണ്ട്, നിങ്ങളത് കേട്ടുകൊള്ളുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓ രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 99ാമത്തെ എപ്പിസോഡ്. അതിനു മുമ്പ് കടുത്ത കൃഷ്ണഭക്തനായിരുന്ന ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകത്തില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായത് എന്ന വീഡിയോ ഇതിനകത്തുണ്ട്. നിശ്ചയമായും കേൾക്കണം. അത് കിട്ടാത്തവരെന്നോട് ലിങ്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാട്ടിലേക്ക് വ്യാസമുനി വന്നു. കാട്ടിലേക്ക് വ്യാസമുനി വന്നു. അവിടെ ഭീമസേനൻ ഒരു പുത്രനുണ്ട്, കടോൽക്കജൻ. അവൻ 6 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അത് അവരുടെയൊക്കെ മുൻഗാമിയായ വിരോചനന്റെ ആത്മാവാണെന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ രാജാവാണത്. അപ്പൊ കടോൽക്കജനെ വ്യാസഭഗവാൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നൊരു ഭീതി വന്നു. അങ്ങനെ ഹിഡിംബിയും കൂട്ടരും ഭീമസേനന്റെ ഭാര്യ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അന്ന് രാത്രി വ്യാസനെ വധിക്കാൻ പദ്ധതിയിടുകയാണ്. പദ്ധതിയിട്ടതിന് ശേഷം ഇടുമ്പി തൻ്റെ ഏർമാടത്തിലേക്ക് ഉറങ്ങാനായി പൊയ്ക്കഴിഞ്ഞു. മറ്റ് രാക്ഷസന്മാർ അതിനുവേണ്ടി തയ്യാറായി. അന്ന് രാത്രി വ്യാസനെ വധിക്കണം. ഉറങ്ങിക്കിടക്കുന്ന വ്യാസനെ വധിക്കണം. അതോടൊപ്പം തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആരെങ്കിലും പാണ്ഡവരിൽ എതിർത്താൽ ഭീമസേനൻ ഒഴിച്ച് ആരെതിർത്താലും അവരെ വധിക്കണം. ഇതാണ് ഹിഡിംബി പറഞ്ഞിരിക്കുന്നത്. നേരം അർദ്ധരാത്രിയായി കഴിഞ്ഞു. അതേ രാക്ഷസന്മാര് അവരുടെ ഏർമാടത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ സമയം അവര് രഹസ്യമായി അതാ വ്യാസഭഗവാനെ കൊല്ലാൻ വേണ്ടി നീങ്ങുകയാണ്. ഈ സമയമാണ് ഒരേ സമയം 3 പേര് ഞെട്ടി ഉണർന്നത്. സത്യവതി, ശ്രീകൃഷ്ണ ഭഗവാൻ, രാധാറാണി 3 പേര് ഒരേപോലെ ഞെട്ടി എഴുന്നേറ്റു. സത്യവതി ആകെ അസ്വസ്ഥയായി. സത്യവതി ഉടനെ വിതുരരെ വിളിച്ചു. വിതുരർ ചോദിച്ചു, എന്താണ് ഈ അർദ്ധരാത്രി, എന്താണ് സംഭവിച്ചത്? എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. അവനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ വിതുരർ പറഞ്ഞു, അതൊരു സ്വപ്നം മാത്രമാണ്. അല്ല വിതുരരെ, എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. വിതുരർ പറഞ്ഞു, വ്യാസന് ഒരിക്കലും ഒരാപത്ത് സംഭവിക്കില്ല എന്ന് മാത്രവുമല്ല, കൃഷ്ണന്റെ കരുതലും, ഇവിടുന്ന് രാധയെ ഭജിച്ചിട്ടാണ് പോയത്, കൃഷ്ണന്റെ കരുതലും രാധയുടെ കരുതലും ഒരുപോലെ ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. മാതാവേ, അങ്ങ് മയങ്ങിയാലും. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഒന്ന് ധ്യാനാവസ്ഥയിൽ പോയി. ധ്യാനാവസ്ഥയിൽ പോയപ്പോൾ ശ്രീകൃഷ്ണന് സത്യങ്ങൾ മനസ്സിലായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതേ സമയം തന്നെ രാധ ഉണർന്നിരിക്കുന്നതും ശ്രീകൃഷ്ണൻ കണ്ടു. അപ്പോൾ രാധ ചോദിച്ചു, കൃഷ്ണ, എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? കൃഷ്ണൻ പറഞ്ഞു, ഒരുപാട് അകലെയാണ്, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ രാധ പറഞ്ഞു, ഇപ്പോൾ വേണ്ടത് ബുദ്ധിയാണ്, ബുദ്ധിയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചെന്താണ്? അപ്പൊ രാധ കാര്യം പറഞ്ഞു, ഇന്ന കണക്ക് ചെയ്യൂ, അതാണ് അവിടെ വേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ മുന്നിൽ ഞാൻ നമിക്കുന്നു. അസാമാന്യമായ ബുദ്ധിയാണ് നിനക്ക്. സത്യം പറയാമല്ലോ രാധേ, ഈ ഭാരതവർഷത്തിന്റെ രാജ്ഞിയാകേണ്ടവളാണ് നീ. നിന്റെ കയ്യിലായിരുന്നെങ്കിൽ ഒരു രാജ്യം മുഴുവൻ സുരക്ഷിതമായേനെ. രാധ അത് കേട്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. രാധയെ, ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നീയാണിത് കൈകാര്യം ചെയ്യേണ്ടത്, നീ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു.
കൃഷ്ണൻ ഒന്നുകൂടി ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ അറിയുകയാണ് രാധ ആരെന്ന്. ശരിക്കും രാധ ആരാണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണന് രാധ തൻ്റെ കൂടെ ആടിപ്പാടി നടക്കുന്ന പാൽക്കാരി പെണ്ണായിരുന്നു, തൻ്റെ കാമുകിയായിരുന്നു. വൃന്ദാവനം വിട്ടുകഴിഞ്ഞപ്പോഴും കാമുകിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലൂടെ കൃഷ്ണന്റെ ഉള്ളിൽ നിന്നും ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. രാധ വെറും പാൽക്കാരി പെണ്ണല്ല, അവൾ അസാമാന്യമായ ദിവ്യത്വമുള്ളവളാണ്. പലപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോൾ രാധയെ മനസ്സിൽ സ്മരിക്കുമ്പോൾ അനേകായിരം കൈകളുമൊക്കെ ആയിട്ട് ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന സ്ത്രീ രൂപം തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. താനത് സാന്ദീപ മുനിയുമായി പങ്കുവെക്കുകയും ചെയ്തു. അപ്പൊ സാന്ദീപ മുനിയും അതേ അഭിപ്രായമാണ് പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ആദ്യം രാധയെ കാണുമ്പോൾ അസാമാന്യമായ ഒരു പ്രകാശപുഞ്ചമാണ് കണ്ടത്. അതിഭയങ്കരമായ ഒരു പ്രകാശം, 1 കോടി സൂര്യന്മാര് ഒന്നിച്ചുദിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശം. നമ്മുടെ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം കേൾക്കുന്നവര് അവർക്ക് ഓർമ്മയുണ്ടായിരിക്കും അവബോധം. ശ്രീബുദ്ധൻ പറഞ്ഞത് 1 കോടി സൂര്യൻ ഒന്നിച്ചുദിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ സാന്ദീപ മുനി പറഞ്ഞിരിക്കുന്നത്. രാധയെ കാണുമ്പോൾ ആദ്യം ഒരു രൂപമല്ല കാണുന്നത്, 1 കോടി സൂര്യന്മാര് ഒന്നിച്ചുദിച്ചുയരുമ്പോഴുണ്ടാകുന്ന ഉജ്ജ്വലമായ ഒരു പ്രകാശമാണ്. കൃഷ്ണനും ധ്യാനത്തിൽ കാണുന്നു. കൃഷ്ണനും ആദ്യം കാണുന്നത് അതാണ്, ഉജ്ജ്വലമായ ഒരു പ്രകാശം. അല്പം കഴിയുമ്പോഴാണ് അത് രാധയുടെ രൂപത്തിൽ വന്ന് അനേകായിരം കൈകളുമൊക്കെ ആയിട്ട് ഈ പ്രപഞ്ചം മുഴുവനും താൻ ഉൾപ്പെടെ ആ ശരീരത്തിൽ രാധ കാണുന്നുണ്ട്. രാധയല്ല, കൃഷ്ണൻ കാണുന്നുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം രാധയുടെ ശരീരത്ത് തിളങ്ങി നിൽക്കുന്നത് കൃഷ്ണൻ കാണുന്നുണ്ട്. അതേ, അവൾ അസാമാന്യാണ്. ഈ സമയത്ത് രാധയുടെ പ്രേരണയാൽ അർജുനൻ ഞെട്ടി എഴുന്നേറ്റു. അർജുനൻ നോക്കുകയാണ്, എന്തോ നിലത്ത് പതിക്കുന്നു, എന്തോ നിലത്ത് വന്ന് വീഴുന്ന ശബ്ദം. അപ്പൊ അർജുനൻ വിചാരിച്ചു, ഈ സമയത്ത് പഴങ്ങൾ പഴുത്ത് താഴെ വീഴാൻ സാധ്യതയില്ല. അർജുനൻ കാതോർത്തു. അർജുനന് മനസ്സിലായി, ഏർമാടങ്ങളിൽ നിന്ന് അവർ താഴെ ഇറങ്ങുകയാണ് രാക്ഷസന്മാര്. പെട്ടെന്ന് അർജുനൻ അപകടം മണത്തു. അർജുനൻ നോക്കി, വ്യാസഭഗവാൻ നല്ല ഉറക്കം, ഭീമസേനൻ നല്ല ഉറക്കം, നകുല സഹദേവന്മാരും ഉറക്കം, സകലരും കുന്തിദേവിയും ഉറക്കം. ഇവിടെ നിലത്ത് കിടന്നുറങ്ങുന്നത് ആപത്താണ് നിലത്ത് കിടന്നുറങ്ങുന്നത്. അർജുനൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അർജുനൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പതറി. അങ്ങനെ പതറിയ ഒരു നിമിഷം അർജുനന്റെ ദേഹത്തേക്ക് മിന്നൽ പോലെ എന്തോ തുളച്ചു കയറി. മിന്നൽ പോലെ അർജുനന് ഒരു നിമിഷം ബോധം നഷ്ടപ്പെട്ടു. ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് അർജുനൻ അറിയില്ല. അത്യുജ്വലമായ ഒരു മിന്നല് തൻ്റെ ദേഹത്തിലൂടെ കടന്നുപോയി. ആ സമയത്ത് ആ പ്രകാശം കടന്നുപോയപ്പോൾ ഒരു നിമിഷം അർജുനൻ ബോധരഹിതനായി. അല്പം കഴിഞ്ഞപ്പോൾ അർജുനന് ബോധം വീണ്ടും കിട്ടുകയാണ്. അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടിട്ട് ഏകാനാംശ ചോദിച്ചു, എന്താ രാധേ, എന്താണ് ഈ പുഞ്ചിരിയുടെ അർത്ഥം? അപ്പോൾ പറഞ്ഞു, പറയേണ്ട കാര്യങ്ങൾ അർജുനനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏകാനാംശേ. ഏകാനാംശ പറഞ്ഞു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല രാധേ. നീ ഇവിടെ ഇരിക്കുന്നു, നീ അർജുനനെ അതിനെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ അർജുനനോട് പറയുന്നു. രാധാജി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഏകാനാംശേ, ധ്യാനം ശീലമാക്കൂ. നീ എന്താണോ ചെയ്യുന്നത് അത് നീ ബോധപൂർവം ചെയ്യൂ. അതാണ് ധ്യാനം എന്ന് പറയുന്നത്.
അങ്ങനെ ബോധപൂർവം ചെയ്ത് 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 നീ ആരാണെന്ന് നീ കണ്ടെത്തി കഴിയും. അതിനുശേഷം നീ ഒരിടത്ത് നിശ്ചലമായിരുന്ന് ധ്യാനിക്കൂ. ആ ധ്യാനത്തിലൂടെ നിനക്കിതിൻ്റെ പൊരുളുകൾ മനസ്സിലാകും. അത് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പൊരുള് നിനക്കറിയില്ല ഏകാനാംശേ. നീ ഇത് ചെയ്യുകയാണെങ്കിൽ നിശ്ചയം ഏകാനാംശേ നിനക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഏകാനാംശ രാധാജിയെ പൂണ്ടടക്കം പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒന്ന് മനസ്സിലാകുന്നുണ്ട്, രാധ ഒരു സാധാരണ സ്ത്രീയല്ല. ഈ രാധയുടെ അടുക്കൽ കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച ഞാൻ പുണ്യവതിയാണ്, പുണ്യവതിയാണ്. അപ്പോൾ രാധാറാണി ഏകാനാംശയെ ചേർത്ത് വെച്ചു. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, എങ്കിലും അതിക്രൂരനായ ഒരു മുനിയുടെ കൈകളിലേക്ക് ഞാൻ പോവുകയാണല്ലോ. ഏകാനാംശ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കൂ. ഏകാനാംശയോട് രാധ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കൂ. എന്തിനും ഒരു പോംവഴി ഉണ്ടാകും, എന്തിനും ഒരു പോംവഴി ഉണ്ടാകും. ഇതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ ധ്യാനത്തിലൂടെ അറിയും. എന്നിട്ട് ഞാൻ നിന്നോട് പറയാം. ഈ സമയത്ത് അർജുനനു ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു വ്യക്തമായ രൂപം അർജുനന് കിട്ടി. പക്ഷെ അപ്പോഴും അർജുനന് മനസ്സിലാകുന്നില്ല, തനിക്കൊരു നിമിഷം മുമ്പ് എന്താ സംഭവിച്ചത്. ഉജ്ജ്വലമായ ഒരു പ്രകാശം വാടുപോലെ കീറി മുറിച്ചുകൊണ്ടാണ് തൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കയറിയത്. ആ നിമിഷം എനിക്ക് ജ്ഞാനോദയം കിട്ടിയതുപോലെയാണല്ലോ എല്ലാം അറിയുന്നത്. അർജുനൻ അവിടുന്ന് താഴെ ഇറങ്ങി പതുക്കെ വ്യാസഭഗവാനെ ഉണർത്താതെ മുട്ടുകാലിൽ എഴഞ്ഞു ചെന്ന് ഭീമസേനനെ വിളിച്ചു, ജ്യേഷ്ഠ ജ്യേഷ്ഠ എഴുന്നേക്കൂ ജ്യേഷ്ഠ. പക്ഷേ ഭീമസേനൻ എഴുന്നേക്കാൻ ഇച്ചിരി പാടാണ്. ഭീമസേനൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ എഴുന്നേക്ക് ജ്യേഷ്ഠ. ജ്യേഷ്ഠനെ കുലുക്കി വിളിച്ചു. ഭീമസേനൻ എഴുന്നേറ്റു. എന്താ സംഭവിച്ചത്? ഇത് കേട്ടുകൊണ്ട് സഹദേവനും എഴുന്നേറ്റു. സഹദേവനും കണ്ണു തിരുമ്മിക്കൊണ്ടുവന്നു. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ ആ ശബ്ദം കേട്ടോ? ഭീമസേനൻ ചോദിച്ചു, ഏത് ശബ്ദം? സഹദേവ നീ കേൾക്കുന്നുണ്ടോ? സഹദേവൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ഭീമസേനൻ പറഞ്ഞു, ഞാനും കേട്ടു. അതെന്തോ വീഴുകയാണല്ലോ. അർജുനൻ പറഞ്ഞു, എന്തോ വീഴുകയല്ല, അവിടെ നിന്ന് രാക്ഷസന്മാര് ചാടി ഇറങ്ങുകയാണ്. രാക്ഷസന്മാര് ഏർമാടത്തിൽ നിന്ന് നിലത്തേക്ക് ചാടി ഇറങ്ങുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഭീമസേനൻ പറഞ്ഞു, ഈ അർദ്ധരാത്രിക്ക് അവർ ഏർമാടത്തിൽ നിന്ന് ചാടിയിറങ്ങാനോ എൻ്റെ അനുവാദമില്ലാതെ അവരൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ചിരി കോട്ടി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ രാക്ഷസന്മാരാണ്, ഇവരെ അമിതമായി വിശ്വസിക്കരുത്, ഇവർ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഭീമസേനൻ ചോദിച്ചു, ഇങ്ങോട്ടേക്ക് എന്തിനു വരുന്നു? അപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠ ഞാൻ പറയുന്നത് കേൾക്കും, അവരിങ്ങോട്ടേക്ക് വരുന്നത് ഒരു ഉദ്ദേശത്തിലാണ്. വ്യാസമുനിയെ, നമ്മുടെ മുത്തച്ഛനെ വധിക്കുക. ഭീമസേനൻ പറഞ്ഞു, എന്താ മുത്തച്ഛനെ വധിക്കാനോ? അർജുന നീ എന്താണ് ഈ ഉറക്കത്തിൽ നീറ്റ് പറയുന്നത്? ജ്യേഷ്ഠ ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നത് മുത്തച്ഛൻ കടോൽക്കജനെ ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും. വിരോചനന്റെ പുനരവതാരമാണ് കടോൽക്കജൻ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ തമ്പുരാനാണ്, അവരുടെ രാജാവാണ് കടോൽക്കജൻ. കടോൽക്കജനെ കൊണ്ടുപോകാൻ വന്ന മുത്തച്ഛനെ വധിക്കുക, എതിർക്കുന്ന നമ്മളെയും വധിക്കുക. ഭീമസേനൻ പറഞ്ഞു, ഞാൻ ഉള്ളപ്പോൾ അത് സംഭവിക്കില്ല. ജ്യേഷ്ഠ മണ്ടത്തരം പറയരുത്, ഇവരെ ജ്യേഷ്ഠൻ വിശ്വസിക്കരുത്. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അങ്ങനെയോ? അങ്ങനെയെങ്കിൽ നമുക്ക് പോരാടാം, ഗദ എടുക്കട്ടെ ഞാൻ. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ അവരെങ്ങനെ പോയാലും ഒരു 50 പേരിൽ കൂടുതലുണ്ട്. കാരണം ഞാൻ എണ്ണുകയായിരുന്നു. 50 വരെയുള്ള പാദപതന ശബ്ദങ്ങൾ കേട്ടു. നമ്മൾ എങ്ങനെ എതിരിടും? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അർജുന നിന്റെ കയ്യിൽ അസ്ത്രങ്ങളില്ലേ? ജ്യേഷ്ഠ എൻ്റെ അസ്ത്രങ്ങൾ ഞാൻ ഇവിടെ വന്ന് നിർമ്മിച്ചതാണ്. അതിൻ്റെ അറ്റത്ത് ഞാൻ കരിമ്പെല്ലാണ് കോർത്തിരിക്കുന്നത്. കുറ്റാക്കുറ്റി ഇരുട്ടാണ്.
ലക്ഷ്യം വ്യക്തമാക്കാതെ വിട്ടാൽ ഒരുപക്ഷെ അത് തിരിച്ചു വന്ന് നമ്മുടെ തന്നെ ശിരസ് പിളർന്നിരിക്കും. ഇത്രയും പേരോടെ എതിരിടാൻ തക്കവണ്ണം നമ്മുടെ കയ്യിൽ ഇവിടെ വന്ന് ശേഖരിച്ച ആയുധങ്ങളേ ഉള്ളൂ, അല്ലാതുള്ള അസ്ത്രങ്ങളാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഭീമസേനൻ സഹദേവനും മുഖത്തോട് മുഖം നോക്കി. സഹദേവൻ ചോദിച്ചു, ഇനിയിപ്പ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരൊരു ശബ്ദം കേട്ടു. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കിയപ്പോൾ വ്യാസമുനി, അദ്ദേഹം ഉണർന്നിരിക്കുന്നു. അപ്പോൾ അർജുനൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മുത്തച്ഛ, രാക്ഷസന്മാര് അവരുടെ ഏർമാടത്തിൽ നിന്നിറങ്ങി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. വ്യാസൻ ചോദിച്ചു, എന്തിന്? നമ്മളെ ആക്രമിക്കാൻ. അപ്പോ വ്യാസൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അത് എന്നെ ആക്രമിക്കാനാണ്. അതെന്തുകൊണ്ടാണ് മുത്തച്ഛ അങ്ങനെ പറഞ്ഞത്? എനിക്ക് രാവിലെ തൊട്ടേ അവരുടെ പ്രവൃത്തികളിൽ സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കടോൽക്കജൻ കുരുവംശത്തിന് വേണ്ടതാണ്, ഭരതവംശത്തിന് വേണ്ടതാണെന്ന് പറഞ്ഞല്ലോ. ആ നിമിഷം മുതൽ അവരെന്നെ സംശയത്തിന്റെ കണ്ണുകളിലൂടെയാണ് നോക്കുന്നത്. കടോൽക്കജനെ ഞാൻ കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ വ്യാസൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എന്നെ എൻ്റെ ഇച്ഛപ്രകാരമല്ലാതെ കൊല്ലാൻ പറ്റില്ല, അത് ദൈവം നിശ്ചയിക്കും. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇവിടെ ഒരു കാര്യം നമ്മൾ ചെയ്യണം. പെട്ടെന്നാണ് അർജുനന് ആ മിന്നലേറ്റ അവസ്ഥയിൽ ഏതോ ഒരു സ്ത്രീ രൂപം തൻ്റെ കാവിൽ മൊഴിഞ്ഞത് ഓർമ്മ വന്നത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇവിടെ നമുക്ക് ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. അതെ, ഇപ്പോൾ അർജുനൻ പറയാൻ പോകുന്ന ആ ബുദ്ധിയാണ് കൃഷ്ണനോട് നേരത്തെ രാധാറാണി പറഞ്ഞത്. ആ രാധാറാണിയാണ് അർജുനൻ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠ, കടോൽക്കജനെ ഇവിടെ എത്തിക്കണം. കടോൽക്കജനെ ഇവിടെ എത്തിച്ചാൽ നമ്മളെല്ലാം സുരക്ഷിതരായിരിക്കും. അവര് കടോൽക്കജനെ കണ്ടാൽ പിന്നെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം അവർ കൊല്ലാൻ ശ്രമിച്ചാൽ കടോൽക്കജനും മരിക്കും. അതവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കടോൽക്കജന ആണ് അവരുടെ രാജാവ്. അവർക്ക് വിരോചനന്റെ അവതാരമാണത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം ചെയ്യണം ജ്യേഷ്ഠ. നമ്മൾ എത്രയും പെട്ടെന്ന് കടോൽക്കജനെ കൊണ്ടുവരണം. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന കടോൽക്കജനെ എങ്ങനെ കൊണ്ടുവരും? അത് അസാധ്യമാണ്. ഞാൻ വേണമെങ്കിൽ ഹിഡിംബിയെ വലിച്ചടിച്ചുകൊണ്ട് വരാം. ജ്യേഷ്ഠ, മണ്ടത്തരം പറയാതെ, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹിഡിംബി കിടന്ന് ഒച്ച വെക്കും, എല്ലാവരും ഓടിക്കൂടും. ജ്യേഷ്ഠ, എത്രയും പെട്ടെന്ന് നമുക്ക് കടോൽക്കജനെ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മളെ മുഴുവനും കൊന്ന് ഈ രാക്ഷസ കൂട്ടങ്ങൾ ഭക്ഷണമാക്കി കളയും. സഹദേവൻ പറഞ്ഞു, അതും ശരിയാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, മടിച്ചു നിൽക്കാതെ വാ എന്ന് പറഞ്ഞ് ഭീമസേനന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. തിരിഞ്ഞിട്ട് പറഞ്ഞു, സഹദേവ, നോക്കിക്കൊള്ളണം. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, മകനെ അർജുന, എൻ്റെ പേരിൽ നീ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ അർജുനനും ഭീമസേനനും കൂടി ഹിഡിംബി കിടക്കുന്ന ഏർമാടത്തിന്റെ അടുക്കലെത്തി. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഏർമാടത്തിലേക്ക് കയറാനുള്ള ഏണി ചുരുട്ടിയെടുത്ത് മുകളിൽ വെച്ചിരിക്കുകയാണ്. അതെന്ത് ചെയ്യും? എനിക്ക് മരത്തിലൊന്നും കയറാൻ പറ്റില്ല, എൻ്റെ ശരീരവും വെച്ചുകൊണ്ട്. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ വിഷമിക്കണ്ട, ഞാൻ ഈ വൃക്ഷത്തിലേക്ക് കയറും. ഞാൻ ഈ വൃക്ഷത്തിന്റെ മുകളിൽ എത്തിയതിന് ശേഷം ഈ ഏണി അഴിച്ച് ഞാൻ താഴേക്ക് ഇട്ടുതരും. ജ്യേഷ്ഠൻ അതിൽ പിടിച്ചു കയറി വരണം. അർജുന, നീ മരത്തിന്റെ മുകളിലിരിക്കുമ്പോൾ ഹിഡിംബി ഉണരുകയാണെങ്കിൽ അവൾ നിന്നെ ജീവനോടെ ഭക്ഷിച്ചു കളയും. അതിവിദഗ്ധയാണ് അവള്. ജ്യേഷ്ഠ, ഇവിടെ നമ്മുടെ മുന്നിൽ വേറെ ഒരു മാർഗവുമില്ല.
ജ്യേഷ്ഠനോട് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നേരത്തെ ഒരു മിന്നലേറ്റു. ആ മിന്നലിൽ ഒരു സ്ത്രീ സ്വരം പറയുന്നത് ഞാൻ കേട്ടതാണ്, ഘടോൽക്കജനെ ഇവിടെ എത്തിക്കണം, ബാക്കിയെല്ലാം നോക്കിക്കൊള്ളാം, നീ അതിനു വേണ്ടി പോകാൻ. ഭീമസേനൻ പറഞ്ഞു, സ്ത്രീ സ്വരമോ? അതേ ജ്യേഷ്ഠ. ഭീമസേനൻ പറഞ്ഞു, എങ്കിൽ രാധാ മഹാറാണി തന്നെയായിരിക്കും. അപ്പോൾ അർജുനൻ ചോദിച്ചു, അതെങ്ങനെ ഭീമസേനൻ ജ്യേഷ്ഠൻ പറയുന്നത്? രാധാ മഹാറാണി തന്നെയാണ്. അന്ന് ഉദ്ധവനെ അവിടെ ബന്ധിച്ചപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അവിടെ എന്നെ എത്തിച്ചത്. അത്രയും ദൂരം ആ നിമിഷം കൊണ്ട് എത്താൻ പറ്റില്ല എന്ന് ഉദ്ധവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവൻ അവിടെ ഇരുന്നോം രാധായേ സ്വാഹ എന്ന മന്ത്രം ജപിച്ചിരിക്കുന്നു. ഇത് സ്ത്രീ ശബ്ദമാണെങ്കിൽ അർജുന, നിശ്ചയമായും രാധ തന്നെ. നീ ഒരു കാര്യം ചെയ്യൂ, അവള് ഭക്ഷിക്കാതിരിക്കാൻ നീ രാധയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ ഈ വൃക്ഷത്തിലേക്ക് കയറൂ. കാരണം അവക്ക് ആ മനുഷ്യന്റെ ആ മണം കേട്ടാൽ അവക്കത് മനസ്സിലാകും, ആരാണെന്ന് വരെ മനസ്സിലാകും. നീ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഞൊടിയിട കൊണ്ട് അവൾ നിന്റെ പുറത്തേക്ക് ചാടി വീഴും. പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ നിന്നെ ഭക്ഷിക്കുകയും ചെയ്യും. ഞാനും നിസ്സഹായനായി പോകും. അതുകൊണ്ട് നീ നിശ്ചയമായും രാധാമന്ത്രം ജപിക്കൂ, പിന്നെ രാക്ഷസന്മാരടുക്കില്ല. അർജുനൻ ശിരസ് കുലുക്കി. അർജുനൻ ആ വൃക്ഷത്തിലേക്ക് കയറാൻ തുടങ്ങി. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അർജുനൻ ആ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അർജുനൻ രാധയെ സ്മരിച്ചു. എനിക്ക് അറിവ് തന്ന അല്ലയോ രാധാ മഹാറാണി, എന്നെ കാത്തുകൊള്ളണേ. ഹിഡിംബിയെ ഇപ്പോൾ ഉണർത്തരുതേ, രാക്ഷസന്മാരാരും അറിയരുതേ, വ്യാസമുനിയെ രക്ഷിക്കണേ. ആ ഏണി പതുക്കെ അഴിച്ച് താഴേക്ക് ഇട്ടുകൊടുത്തു. ഭീമസേനൻ അതിൽ പിടിച്ചു മുകളിൽ കയറി. അപ്പോൾ അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ജ്യേഷ്ഠൻ ഘടോൽക്കജനെ എടുത്ത് എൻ്റെ കയ്യിൽ തരണം, ഞാൻ അവനുമായി പോകും. എന്നിട്ട് ജ്യേഷ്ഠൻ ഇവിടെ നിന്ന് പോകരുത്. ഭീമസേനൻ ചോദിച്ചു, പിന്നെ? അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഇവിടെ നിൽക്കണം. ജ്യേഷ്ഠൻ ഹിഡിംബിയുടെ അടുക്കലേക്ക് ചെല്ലണം. ഹിഡിംബിയോട് പറയണം, നീ ഇല്ലാതെ എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് ജ്യേഷ്ഠൻ ഹിഡിംബിയോട് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ ഇന്ന് അവിടെ ശയിക്കണം. ആ സമയത്തിനുള്ളിൽ എനിക്ക് ഘടോൽക്കജനുമായിട്ട് അവിടെ എത്തും. ഒരു കാരണവശാലും ഹിഡിംബി ഘടോൽക്കജനെ അന്വേഷിക്കാനോ നോക്കാനോ ഉള്ള ഇടവരുത്തരുത് ജ്യേഷ്ഠ. ഭീമസേനൻ പറഞ്ഞു, നീ ബുദ്ധിമാനാണ് അർജുന. അർജുനൻ പറഞ്ഞു, ഇത് എനിക്ക് ബോധം കെട്ടപ്പോൾ ആ സ്ത്രീ സ്വരം പറഞ്ഞതാണ്, രാധാ മഹാറാണി പറഞ്ഞതാണ്. ജ്യേഷ്ഠൻ ചെല്ലൂ, ഹിഡിംബി ഉണരാതെ രാധാറാണി കാത്തുകൊള്ളും. അല്പം മടിച്ചിട്ടാണെങ്കിലും ഭീമസേനൻ പറഞ്ഞു, രാധാറാണി കാത്തുകൊള്ളണേ, രാധാറാണി കാത്തുകൊള്ളണേ. ഭീമസേനൻ പതുക്കെ പതുക്കെ ഘടോൽക്കജനെ എടുത്തു. അവൻ ഉണർന്നു പോയാൽ, അവൻ കരഞ്ഞു പോയാൽ ആകെ പദ്ധതികളെല്ലാം തീർന്നു. ഹിഡിംബി ഉണരും, അവൾ നിലവിളിക്കും, രാക്ഷസ കൂട്ടങ്ങൾ വരും, എല്ലാവരെയും നശിപ്പിക്കും. പക്ഷേ രാധാറാണിയുടെ അനുഗ്രഹം, രാധാറാണിയുടെ അനുഗ്രഹം, ഘടോൽക്കജൻ സുഖനിദ്രയിലാണ്. പതുക്കെ അർജുനന് കൈമാറി. അർജുനൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഏണി വഴി താഴേക്ക് ഇറങ്ങിയിട്ട് അത് മുകളിലേക്ക് ഇട്ടുകൊടുത്തു. ഭീമസേനൻ അത് പതിവ് പോലെ മരത്തിൽ ഇങ്ങനെ ചുറ്റിവെച്ചു. ഈ സമയത്ത് ഭീമസേനൻ ഇരുട്ടത്ത് ഇടുമ്പിയുടെ അടുക്കിലേക്ക് നീങ്ങി. പെട്ടെന്ന് കാലൊന്ന് വഴുതി. ഹിഡിംബി കിടക്കുന്ന ആ കുറുക്കന്റെ തോല് കൊണ്ടുള്ള കിടക്കയിലേക്ക് അല്പം ഒന്ന് കാല് തട്ടിയപ്പോൾ ഹിഡിംബി ഉണർന്നു. പക്ഷേ അവൾ കണ്ണു തുറന്നില്ല. കണ്ണു തുറക്കാതെ തന്നെ മനസ്സിലായി അവൾക്ക് ആരാണ് തൻ്റെ മുന്നിലെന്ന്. രാക്ഷസന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്.
അവൾ ഭീമസേനന്റെ കയ്യിൽ പിടിച്ചു, തന്നിലേക്ക് വലിച്ചിട്ടു. ഭീമസേനൻ അവളെ വാരിപ്പുണർന്നു. ഹിഡിംബി ചോദിച്ചു, എന്തേ ഈ രാത്രി വന്നത്? ഭീമസേനൻ പറഞ്ഞു, നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് ഹിഡിംബി. എനിക്ക് നീയില്ലാതെ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അവൾ ആ ഭീമസേനനെ മുറുകെ പിടർന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എൻ്റെ അടുക്കൽ കിടക്കാനാണ് ഇഷ്ടം. ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സർവസ്വവുമാണ്. രണ്ടുപേരും ഉണരുകയാണ്. രണ്ടുപേരുടെയും ശരീരങ്ങൾ ഒന്നായി. അതേ, ഭീമസേനൻ അവിടെ അത് മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ആരെ ശ്രദ്ധിക്കുന്നില്ല, ഘടോൽക്കജനെ ശ്രദ്ധിക്കുന്നില്ല. രണ്ടുപേരും അവിടെ വെച്ചൊന്നായി. അങ്ങനെ ഭീമസേനന്റെ മാറിൽ തളർന്ന് കിടന്ന് ഹിഡിംബി ഉറങ്ങി. ഈ സമയത്ത് അർജുനൻ പായുകയാണ്. ഇവനെ എടുത്തൊരു കൈകൊണ്ട് വെച്ചിട്ട് ഓടുകയാണ് അർജുനൻ. ആ സമയത്ത് അർജുനൻ കാലൊന്ന് തെറ്റി നിലത്ത് വീഴാൻ പോയി. പക്ഷെ ഇവനെ ഇറുക്കി പിടിച്ചു. ഇവൻ ഒന്നുണർന്നു. ഉണർന്ന് അർജുനനെ നോക്കി. അർജുനൻ ഒരു സ്ത്രീ ശബ്ദത്തിൽ അവനോട് കാര്യം പറഞ്ഞ് അവനെ ഉറക്കി. വീണ്ടും അർജുനൻ നടന്നു. അർജുനൻ ചെന്നപ്പോൾ വ്യാസമുനിയുണ്ട്. അർജുനൻ ഘടോൽക്കജനെ വ്യാസമുനിയുടെ കൈകളിലേക്ക് കൊടുത്തു. വ്യാസമുനി അവനെ 2 കൈകൾ കൊണ്ടും സ്വീകരിച്ചു. അവനെ മടിയിരുത്തി. അവനൊന്ന് കണ്ണു തുറന്നു. അപ്പോൾ വ്യാസമുനി ഒരു കുഞ്ഞു ശബ്ദമുണ്ടാക്കി. അവൻ അല്പം തേൻ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൻ അത് കുടിച്ചു. അവൻ വ്യാസമുനിയുടെ താടി തലോടി. അതിനുശേഷം വ്യാസമുനി അവന്റെ കവിളത്ത് തട്ടി. അവൻ ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും കുന്തിയും എല്ലാവരും എഴുന്നേറ്റിരുന്നു. അപ്പൊ വ്യാസമുനി ജൈമനെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ജൈമിനി, നീ ഹോമാഗ്നിക്ക് തീ കൊടുത്തു. ജൈമിനി ഹോമാഗ്നിക്ക് തീ കൊളുത്തി. എല്ലാവരും അതിൻ്റെ ചുറ്റുമിരുന്നു. ഈ സമയത്ത് ശബ്ദമുണ്ടാക്കാതെ വരികയാണ്. ശബ്ദമുണ്ടാക്കാതെ രാക്ഷസന്മാർ വരികയാണ്. പക്ഷേ അവർ വന്ന് വ്യാസമുനി നിൽക്കുന്നതിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ ഞെട്ടിത്തെറിച്ചു പോയി. അവര് വിചാരിക്കുന്നത് വ്യാസമുനിയും കൂട്ടരും നിലത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരും ഉണർന്നിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അവരെ ഞെട്ടിച്ചത് വ്യാസമുനിയുടെ കയ്യിലിരിക്കുന്ന ഘടോൽക്കജനാണ്. അവരന്തം വിട്ടു നിൽക്കുകയാണ്. ഘടോൽക്കജൻ എങ്ങനെ വന്നു? ഹിഡിംബി ഘടോൽക്കജനുമായിട്ട് ഉറങ്ങാൻ ഏറുമാടത്തിലേക്ക് കയറിപ്പോകുന്നത് അവർ കണ്ടതാണ്. വ്യാസനെ വധിക്കാൻ ഹിഡിംബിയാണ് ഇവരെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ഹിഡിംബിയുടെ അടുക്കൽ കിടന്ന ഈ ഘടോൽക്കജൻ എങ്ങനെ വന്നു? ഈ മനുഷ്യന് മന്ത്രവാദങ്ങൾ അറിയാമോ? നേരത്തെ പറഞ്ഞു സിദ്ധിയുള്ളതാണ് ഈ മനുഷ്യനെന്ന്. ഇവർ പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ വ്യാസമുനി ഒന്ന് പുഞ്ചിരിച്ചു. വ്യാസമുനി പുഞ്ചിരിച്ചിട്ട് കയ്യാട്ടി വിളിച്ചു, വരൂ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ. എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അവർ മടിച്ച് അടുക്കലേക്ക് വന്നു. അവർ വന്ന് വ്യാസമുനിയെ വണങ്ങി. അവരുടെ കണ്ണുകൾ ഘടോൽക്കജനിലാണ്. ഘടോൽക്കജനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. രാക്ഷസന്മാർ മുഖത്തോട് മുഖം നോക്കി. എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? അവരുടെ നേതാവ് കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്നും ചെയ്യരുത്. കാരണം ഇവിടെ എന്ത് ചെയ്താലും ഘടോൽക്കജന് ആപത്ത് സംഭവിക്കും. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, ഇവൻ ഉറങ്ങുകയാണ്, ഇവൻ സുഖമായി ഉറങ്ങുകയാണ്. നിങ്ങൾ ഒച്ചയിട്ട് ഇവനെ ഉണർത്തരുത് എന്ന് പറഞ്ഞു. ഇവർ അത്ഭുതപ്പെട്ട് ഈ രംഗം നോക്കി നിൽക്കുകയാണ്. നേരം പരപരാ വെളുത്തു. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഹിഡിംബി ഉണർന്നു കഴിഞ്ഞു. ഹിഡിംബി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്ത് ആരില്ല, ഘടോൽക്കജനില്ല. ഹിഡിംബി അലറിക്കരഞ്ഞു, ഘടോൽക്കജൻ എവിടെ, ഘടോൽക്കജൻ എവിടെ? ആ ഹിഡിംബി ഓടി വന്ന് ഭീമസേനനെ കുലുക്കി വിളിച്ചു, എഴുന്നേക്ക്, എഴുന്നേക്ക്, ഘടോൽക്കജനെ കാണുന്നില്ല, ഘടോൽക്കജനെ കാണുന്നില്ല. ഭീമസേനൻ ചാടി എഴുന്നേറ്റു. ഭീമസേനൻ എല്ലാം അറിയാം. പക്ഷേ ഭീമസേനൻ അഭിനയിച്ചു. എന്ത്? എൻ്റെ ഘടോൽക്കജനെ എടുത്തവരാരായാലും അവനെ ഞാൻ
വധിച്ചിരിക്കും, ആരായാലും വധിക്കും. ഭീമസേനനും ഇടുമ്പിയും കൂടെ താഴേക്കിറങ്ങി. ഇടുമ്പി അലറിക്കരയുകയാണ്, എൻ്റെ കുഞ്ഞെവിടെ? വിരോചനനാണവൻ, വിരോചനന്റെ അവതാരമാണവൻ, എവിടെ അവൻ? അവര് വഴിയിൽ കണ്ട രാക്ഷസന്മാരോട് ചോദിച്ചു, നിങ്ങൾ കടോൽക്കജനെ കണ്ടോ? അവരമ്പരന്ന് പോയി. കടോൽക്കജൻ അവിടെ കിടന്നതല്ലേ? അതെ, കടോൽക്കജനെ ആരോ തട്ടിയെടുത്തു. രാക്ഷസന്മാര് കൂട്ടം കൂടാൻ തുടങ്ങി. എവിടെയാണ്, എവിടെയാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്? അവര് കുറച്ച് നടന്നപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഹിഡുമ്പി, ജ്ഞാനദൃഷ്ടി കൊണ്ട് എന്തും കാണാൻ കഴിവുള്ളതാണ് എൻ്റെ മുത്തച്ഛൻ വ്യാസൻ. നമുക്ക് വ്യാസന്റെ അടുക്കലേക്ക് പോകാം. അറിയാതെ ഹിഡുമ്പി പറഞ്ഞു, അതിന് അദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുമോ? അപ്പൊ ഭീമസേനൻ ചോദിച്ചു, അതെന്താണ് ജീവിച്ചിരിക്കാതെ? അല്ല, അദ്ദേഹം അവിടെ കാണുമോ എന്നാണ് ചോദിച്ചത്. ഹിഡുമ്പിക്ക് അത്ഭുതമാണ്, നമുക്ക് നോക്കാം. അങ്ങനെ അവര് നടന്നു ചെന്നപ്പോൾ ഇടുമ്പി പറഞ്ഞു, ആ എന്റെ കുഞ്ഞ് കടോൽക്കജൻ. ഇടുമ്പി അന്തം വിട്ടു നിൽക്കുകയാണ്. ഒന്ന്, വ്യാസൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഹിഡുമ്പിക്ക് സാധിക്കുന്നില്ല. വ്യാസമുനി ജീവിച്ചിരിക്കുന്നുവോ? അത് മാത്രവുമല്ല, വ്യാസമുനിയുടെ മടിയിൽ ആരിയ്ക്കുന്നു? നമ്മുടെ കുഞ്ഞ് കടോൽക്കജൻ. കടോൽക്കജനെ കുളിപ്പിക്കുകയാണ് അദ്ദേഹം. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കടോൽക്കജനെ കുളിപ്പിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചെന്നു, മോനെ എന്നും പറഞ്ഞ് അവനെ എടുക്കാൻ പോയപ്പോൾ അവൻ എന്തു ചെയ്തു? ഹിഡുമ്പിയുടെ കൈ തട്ടി എന്ന് മാറ്റിക്കളഞ്ഞു. അപ്പോൾ വ്യാസൻ പുഞ്ചിരിച്ചു. അവൻ വ്യാസനെ കെട്ടിപ്പിടിച്ചു. വ്യാസൻ അവനെ അനുഗ്രഹിച്ചു. വ്യാസൻ പറഞ്ഞു, ഞാൻ ഇവന്റെ ദേഹത്തേക്ക് വിരോചനനെ ആവാഹിക്കുകയാണ്. അപ്പോൾ ഹിഡുമ്പിക്ക് സന്തോഷമായി. അപ്പൊ ഹിഡുമ്പി ചോദിച്ചു, വിരോചനനെ ആവാഹിച്ചിട്ട് കടോൽക്കജനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണോ? അപ്പോൾ വ്യാസൻ പറഞ്ഞു, നോക്കൂ, ഇവൻ രണ്ടു കൂട്ടരുടെ ചക്രവർത്തിയാണ്. ഇവൻ രാക്ഷസന്മാരുടെയും ചക്രവർത്തിയാണ്, കുരുവംശത്തിന്റെയും ചക്രവർത്തിയാണ്. പക്ഷേ ഇവൻ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കേണ്ടത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വിരോചനന്റെ ശക്തിയെ പൂർണ്ണമായും ഞാൻ കടോൽക്കജനിലേക്ക് ആവാഹിക്കാൻ പോകുന്നു. അങ്ങനെ ആവാഹിച്ചിട്ട് കടോൽക്കജനെ ഇവിടുത്തെ ചക്രവർത്തിയാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അപ്പോൾ അങ്ങ് കടോൽക്കജനെ കൊണ്ടുപോകുന്നില്ലേ? ഇല്ല, ഞാൻ കടോൽക്കജനെ കൊണ്ടുപോകാനല്ല വന്നത്. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, അല്ല, കടോൽക്കജൻ ചക്രവർത്തിയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ എൻ്റെ പങ്ക് എന്താണ്? വ്യാസൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ പങ്ക്, നിങ്ങൾ 5 പേരും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ 5 പേരും ധർമ്മം സ്ഥാപിക്കാൻ തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഹിഡുമ്പി പറഞ്ഞു, തിരിച്ചു പോകാനോ? ഹിഡുമ്പിന് തിരിച്ചു പോകാനോ? തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭർത്താവ് വേണോ? ഭൃഗോദര മഹാരാജാവ് വേണോ? അപ്പോൾ പറഞ്ഞു, നോക്കൂ മകളെ, നീ വിഷമിക്കണ്ട. ഇവൻ ധർമ്മത്തിന് വേണ്ടി പോരാടാനാണ് വന്നത്. അതുകൊണ്ട് ഇവൻ ധർമ്മം സ്ഥാപിക്കും. അവൻ വലിയവനാകും, അവൻ അറിയപ്പെടുന്നവനാകും. ഞാൻ ഇവിടെ വെച്ച് നിനക്കൊരു വാക്ക് തരാം. നിങ്ങൾ രാക്ഷസ കൂട്ടത്തിന് എപ്പോഴാണോ ഭീമസേനനെ ആവശ്യമായി വരുന്നത്, ആ നിമിഷം, അല്ലയോ ഹിഡുമ്പി, നിങ്ങളൊന്ന് സ്മരിച്ചാൽ മതി, അവൻ ഇവിടെ എത്തിയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. സന്തോഷമായോ? ഹിഡുമ്പിക്ക് ഒരുവിധം ഹിഡുമ്പിക്ക് സന്തോഷമായി. ഈ സമയത്ത് കുന്തിദേവി നടന്നടുക്കലേക്ക് വന്നു. അടുക്കലേക്ക് വന്ന് ആ ഹിഡുമ്പിയെ ചേർത്ത് വെച്ചു. ഹിഡുമ്പിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇതുവരെയും കുന്തിദേവി തന്നെ ഒരു മരുമകളായി അംഗീകരിച്ചിട്ടില്ല. ഇവിടെ കുന്തിദേവി ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മകളെ, ഈ 5 പേരും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്. അവരെ കുരുവംശത്തിന് ആവശ്യമുണ്ട്, ഭാരതവംശത്തിന് ആവശ്യമുണ്ട്.
അതുകൊണ്ട് അവര് പോകും. നിനക്കെപ്പോൾ ആഗ്രഹമുണ്ടെങ്കിലും ഭീമസേനൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ വ്യാസൻ പറഞ്ഞു, നോക്കൂ ഹിഡുമ്പി, ഇവൻ 5 പേരും ഒരു കയ്യിലെ 5 വിരലുകളാണ്. അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നീ സമ്മതം മൂളണം. ഞാനിതാ മറ്റന്നാൾ ഇവിടെ നിന്ന് പോവുകയാണ്. നാളത്തെ ദിവസം ഞാൻ വിരോചനനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുകയാണ്. ചക്രവർത്തിയുടെ മാതാവാണ് നീ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. കുംഭ, നിനക്ക് ഞാൻ ആദ്യത്തെ 1 വർഷം ഇതിന്റെ ചുമതലയേക്കുന്നു. അത് കഴിയുമ്പോൾ നിങ്ങളിൽ ആരാണോ പോരാടി ബലവാനാകുന്നത് അവന്റെ ദേഹത്തേക്ക് വിരോചനന്റെ അംശം വരുന്നതായിരിക്കും. പിന്നെ 1 വർഷം അവനായിരിക്കും ഇത് സംരക്ഷിക്കുന്നത്. അങ്ങനെ ഘടോത്കചന് പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങളുടെ സംരക്ഷണം ഇവന്റെ പുറത്തുണ്ടാകണം. ബാക്കി ഭരണങ്ങൾ മുഴുവൻ ഹിഡുമ്പി തീരുമാനിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ഓരോ വർഷവും നമ്മുടെ ഓരോരുത്തരുടെയും ദേഹത്ത് ആര് വരും? വിരോചനൻ വരുമല്ലോ. അപ്പൊ എല്ലാവർക്കും അതിയായ സന്തോഷമായി. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇവന്റെ ഘടോത്കചനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നു. അപ്പോഴാണ് ഹിഡുമ്പി ചോദിച്ചത്, അല്ലയോ മുത്തച്ഛ, എന്റെ മകൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? അങ്ങയുടെ മടിയിൽ എങ്ങനെയാണ് എത്തിയത്? അപ്പോൾ പറഞ്ഞു, അവനോട് തന്നെ ചോദിച്ചു നോക്കാം നമുക്ക് അവൻ എങ്ങനെ വന്നു എന്ന്. അപ്പോൾ ചോദിച്ചു, മോനെ നീ എങ്ങനെയാ വന്നത്? ഹിഡുമ്പി ചോദിച്ചു. അവൻ അലറി വിളിച്ചു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അവനത് പറയാൻ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭീമസേനൻ ഹിഡുമ്പിയോട് പറഞ്ഞു, എന്റെ മുത്തച്ഛനെ കുറിച്ച് നിനക്ക് എന്താണ് അറിയാവുന്നത്? എന്റെ മുത്തച്ഛൻ വിചാരിച്ചാൽ ഏത് ഉറങ്ങിക്കിടക്കുന്ന ആളും നടന്നു മുത്തച്ഛന്റെ അടുക്കൽ വരും. അപ്പൊ വ്യാസൻ ചോദിച്ചു, മകനെ നിനക്ക് മുത്തച്ഛനെ ഇഷ്ടമാണോ? അപ്പോൾ അവൻ ഭയങ്കരമായി ചിരിച്ചു. എല്ലാവരും ആർത്തു വിളിച്ചു, അതെ, നാളത്തെ ദിവസം ഘടോത്കചനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. തൊട്ടടുത്ത ദിവസം ആട്ടും പാട്ടും അതേ എല്ലാമായിട്ട് രാക്ഷസന്മാർ ഒന്നിച്ചുകൂടി. അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആചാരങ്ങളാണ്. വ്യാസമുനി വന്ന് ഒരു കുടത്തിൽ വെള്ളമെടുത്തിട്ട് മന്ത്രങ്ങൾ ചൊല്ലി ഘടോത്കചന്റെ ശിരസിലൂടെ ഒഴിച്ചു. എന്നിട്ട് വ്യാസമുനി പറഞ്ഞു, ഇവൻ അതീവ ശക്തിമാനാകും. ഇവനെ സാധാരണക്കാർക്കാർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അസാമാന്യമായ വീരന്മാര് പോലും ഇവന്റെ മുന്നിൽ മുട്ടുമടക്കും. ഇവന് പകലത്തേക്കാൾ ശക്തി രാത്രി ഉണ്ടാകും. യുദ്ധത്തിൽ ഇവൻ അഗ്രഗണ്യനായി മാറും. ഇവൻ സർവശക്തനായി മാറും എന്ന് വ്യാസ ഭഗവാൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിന് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ അസാമാന്യമായ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുക. അങ്ങനെ ഘടോത്കചൻ രാക്ഷസന്മാരുടെ ചക്രവർത്തിയാകുന്നു. 6 മാസം പ്രായമുള്ള ഘടോത്കചൻ. എല്ലാവർക്കും സന്തോഷമായി. അടുത്ത ദിവസം രാവിലെ വ്യാസമുനിക്ക് പോകാൻ സമയമായി. വ്യാസമുനി 5 പേരെയും അടുക്കൽ വിളിച്ചു. 5 പേരെയും അടുക്കൽ വിളിച്ചിട്ട് വ്യാസമുനി പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് വീണ്ടും ലോകത്തേക്ക് പ്രവേശിക്കാൻ സമയമായി. ഇനി നിങ്ങൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി വരണം. അപ്പോൾ ചോദിച്ചു, മുത്തച്ഛ, ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത്? നിങ്ങൾ എപ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടത് എന്ന് വസുദേവ കൃഷ്ണൻ തീരുമാനിക്കും. വസുദേവ കൃഷ്ണന്റെ അഭിപ്രായ പ്രകാരം ദ്രൗപദിയുടെ വിവാഹത്തിന്റെ അന്ന് വേണം നിങ്ങൾ വരാൻ. അന്ന് ദുര്യോധനനും അവിടെ കാണും. അപ്പോൾ ദുര്യോധനനും എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ വരണം, ഏത് രീതിയിൽ വരണം, എല്ലാം വസുദേവ കൃഷ്ണൻ തീരുമാനിക്കും. അവന്റെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുക. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ ഇന്നലെ ധ്യാനാവസ്ഥയിലായിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഞാൻ ധ്യാനിച്ചു. അത്ഭുതകരമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്നലെ
നമ്മളെ എല്ലാം കാത്തുരക്ഷിച്ചുകൊണ്ട് അസാധാരണമായ ഒരു പ്രകാശ വലയം ഇവിടെ ഉണ്ടായിരുന്നു. അത് രാധയുടേതാണ്. ഇന്നലെ ധ്യാനത്തിൽ ഞാൻ തിരിച്ചറിയുകയാണ്, രാധ ഗോലോക റാണിയാണ്, സാധാരണ പെൺകുട്ടിയല്ല. കൃഷ്ണൻ പോലും പൂർണ്ണമായിട്ട് അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അർജുനൻ അത്ഭുതമായി. കൃഷ്ണന് പോലും മനസ്സിലായിട്ടില്ലേ ഇത് ഗോലോക റാണിയാണെന്ന്? ഇല്ല മകനെ, കൃഷ്ണന് പോലും മനസ്സിലായിട്ടില്ല. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. അവൻ ഇതുവരെയും തന്നോടൊത്ത് നൃത്തം ചവിട്ടി ആടിപ്പാടി കളിച്ചിരുന്ന പാൽക്കാരി പെണ്ണായിട്ട് തന്നെയാണ് കരുതിയത്. പക്ഷേ അല്ല, സത്യം മനസ്സിലാക്കുക, ഗോലോക റാണിയാണ്. ആ ഗോലോക റാണിക്കപ്പുറം ഒരു ശക്തിയില്ല. പ്രപഞ്ചത്തിന്റെ മഹാശക്തി അവതാരം കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ മഹാശക്തി ഭൂമിയിൽ വന്നിരിക്കുന്നു. ആ ശക്തിയിൽ നിന്നാണ്, ആ ആദിപരാശക്തിയിൽ നിന്നാണ് കൃഷ്ണനും ശിവനും ബ്രഹ്മാവും എല്ലാം ഉണ്ടായിരിക്കുന്നതെന്നറിയുക. സർവശക്തി സ്വരൂപിണിയാണ്. ഓർമ്മിക്കുക, അമ്മയിൽ നിന്നാണ് ജനനം, പിതാവിൽ നിന്നല്ല ജനനം വരുന്നത്, മാതാവിൽ നിന്നാണ് ജനനം. അതുകൊണ്ട് ചിലർ പറയും കൃഷ്ണനിൽ നിന്ന് രാധ ജനിച്ചെന്ന്. ഒരിക്കലുമില്ല. ആണ് പ്രസവിക്കാറില്ല. അത് ദൈവമായാലും ശരി, മനുഷ്യനായാലും ശരി, മാതാവിൽ നിന്നാണ് ജനനം വരുന്നത്. ആ സർവശക്തി സ്വരൂപിണിയാണ്. നിങ്ങൾക്ക് രാധയെ കാണാൻ എപ്പം അവസരം കിട്ടിയാലും നിങ്ങൾ ഞാൻ പറഞ്ഞ രഹസ്യം ഉള്ളിൽ മാത്രം വെക്കുക. പക്ഷേ ആ തൃപ്പാദങ്ങളെ വീണു വണങ്ങുക. വ്യാസമുനി ഒന്നും കൂടെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ 5 പേരോട് ഞാൻ പറയാം, രാധയുടെ ഏറ്റവും വിശിഷ്ടമായ ഭാഗം പാദമാണ്. ആ പാദത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശുഭഗ്രഹങ്ങളും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പ കണ്ടാലും രാധയുടെ പാദം വണങ്ങണം. രാധയുടെ പാദം പോലെ വിശുദ്ധമായി മറ്റൊന്നില്ല. പ്രപഞ്ചത്തിലെ സർവശുഭഗ്രഹങ്ങളും സർവപുഷ്പങ്ങളും സർവ ആയുധങ്ങളും ആ തൃപ്പാദത്തിലുണ്ട്. ആ തൃപ്പാദം നമസ്കരിക്കുന്നവൻ അജയ്യനായിരിക്കും. അതുകൊണ്ട് അർജുന, ഭീമസേന, നിങ്ങൾ 2 പേരും നിശ്ചയമായിട്ടും അധികം താമസിയാതെ രാധയെ കാണാനെന്ന ഭാവത്തിലെത്തണം. ഒരിക്കലും രാധ ഗോലോക റാണിയാണെന്നുള്ള വിവരം നിങ്ങൾ 5 പേരല്ലാതെയും കുന്തിയ ദേവിയുമല്ലാതെയും മറ്റൊരാൾ അറിയാൻ പാടില്ല. അത് രാധയുടെ അവതാര ഉദ്ദേശത്തിന് തടസ്സമാകും. പക്ഷേ നിങ്ങൾക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന, പ്രത്യേകിച്ചും നിനക്ക് ആയുധമേൽക്കാതിരിക്കാൻ രാധയുടെ തൃപ്പാദ പൂജ സഹായിക്കും. രാധയുടെ തൃപ്പാദത്തിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ആയുധങ്ങളും ഉണ്ട് അർജുന. ആ തൃപ്പാദങ്ങളിൽ വീണ് നീ നമസ്കരിക്കണം. ആ പാദങ്ങൾ നീ തൊട്ടു വണങ്ങണം. അപ്പോൾ നീ പ്രാർത്ഥിക്കണം, അമ്മേ ഗോലോക റാണി, ഭാവിയിൽ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ആയുധങ്ങളിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഭീമസേന, നീയും പ്രാർത്ഥിക്കണം. ദുര്യോധനൻ, ആ ദുര്യോധനന്റെ ഗദാതാടനങ്ങൾ അത് നിന്നെ തളർത്താതിരിക്കാനും ജരാസന്ധനുമായി നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരും. ആ സമയത്തും നീ തളരാതിരിക്കാനും നിന്നെ അനുഗ്രഹിക്കണം എന്ന് ഭീമസേന. നീ ഈ തടിയും വെച്ച് നിനക്ക് വീഴാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, എങ്കിലും വീഴണം. ആ തൃപ്പാദങ്ങൾ അത്രയ്ക്ക് മാസ്മരികതയുള്ളതാണ്, അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. കുന്തി, ആ പാദങ്ങളെ നീയും സ്മരിച്ചുകൊള്ളൂ, നീയും സ്മരിച്ചുകൊള്ളൂ. മംഗളോ ഭവ, മംഗളോ ഭവ, മംഗളോ ഭവ. വ്യാസമുനി നടന്നു. വ്യാസമുനിയുടെ പിന്നാലെ പഞ്ചപാണ്ഡവര്, അവരുടെ പിന്നാലെ രാക്ഷസ കൂട്ടങ്ങള്. അവര് നടന്ന് നാഗക്കൂട്ടങ്ങളുടെ അതിർത്തിയിലെത്തി. അപ്പോൾ നാഗക്കൂട്ടങ്ങൾ വ്യാസമുനിയെ സ്വീകരിക്കാനെത്തി. അവർ വ്യാസമുനിയെയും കൊണ്ടുപോയി. അർജുനന്റെ മനസ്സു നിറയെ വ്യാസമുനി പറഞ്ഞതാണ്. അർജുനൻ ഭീമസേനോട് പറഞ്ഞു, ജ്യേഷ്ഠ,
ജ്യേഷ്ഠ, രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ എനിക്ക് വണങ്ങണം, രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ എനിക്ക് വണങ്ങണം. ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണ്, ഒരു ഘോര യുദ്ധത്തിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്, ഘോര യുദ്ധത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ജ്യേഷ്ഠ, ഈ നിമിഷം മുതൽ രാധയെ ഞാൻ എൻ്റെ മാതാവായും ദൈവമായും സ്വീകരിച്ചു കഴിഞ്ഞു. ജ്യേഷ്ഠ, ഈ നിമിഷം മുതൽ എൻ്റെ മാതാവ് രാധാറാണിയും എൻ്റെ സർവസ്വവുമായ ദൈവവും രാധാറാണിയാണ്. ഭീമസേനൻ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അതേ അനുജ, അതേ അനുജ, ഈ നിമിഷം മുതൽ എൻ്റെയും മാതാവ്, എൻ്റെയും സർവസ്വമായ ദൈവം രാധയാണ്. ഇന്നു മുതൽ ഞാൻ രാധയെ ഭജിച്ചു തുടങ്ങും. ഈ നിമിഷം രാധാറാണിയുടെ കൊട്ടാരത്തിലേക്ക് ആജാനുബാഹുവായ ഒരാൾ നടന്നു വരികയായിരുന്നു. അയാൾ മനസ്സിൽ പറഞ്ഞു, രണ്ടിലൊന്നിന്നറിയണം, രണ്ടിലൊന്നിന്നറിയണം, അറിഞ്ഞേ മതിയാകൂ, അറിഞ്ഞേ മതിയാകൂ. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകൂ. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. ഉത്തരം അനുകൂലമല്ലെങ്കിൽ രണ്ടിലൊരാൾ മതി, രണ്ടുപേര് വേണ്ട. ആജാനുബാഹു നടന്ന് രാധയുടെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇതൊന്നും അറിയാതെ രാധയും ഏകാനാംശയും ഉള്ളിൽ, അതോടൊപ്പം തന്നെ കൊട്ടാരത്തിന് നാലു ചുറ്റും ആജാനുബാഹുവിന്റെ ആൾക്കാരും വളഞ്ഞിരിക്കുകയാണ്. ആജാനുബാഹു കൊട്ടാരത്തിന്റെ വിദ്യയുടെ മതിലിന്റെ വാതിലുകൾ തുറന്നു, അകത്തേക്ക് കാലെടുത്തു വച്ചു. കൃഷ്ണന്റെ ദേഹത്തേക്ക് ഒരു മിന്നൽ പിണര് പോയതുപോലെ കൃഷ്ണൻ കണ്ണു തുറന്നു. ഒന്നും അറിയാതെ രാധ, ആരാണി ആജാനുബാഹു, ആരാണി ആജാനുബാഹു? കാത്തിരിക്കൂ, സംഭവ ബഹുലമായ 100ാമത്തെ എപ്പിസോഡിന് രാധാറാണി അനുഗ്രഹിച്ചാൽ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. രാധാറാണി की जय. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായ സ്വാഹ.